ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് സുചിത്രയുടെ എന്നെ ഒന്നും അറിയിക്കാതിരുന്നത് വളരെ മോശമായി പോയി. വന്ദനെ, അത് ഒന്നും പറയണ്ട. എന്റെ അമ്മ പ്രസവിച്ച വർഷം മാത്രമേ നമ്മളെ വിട്ടു പോയിട്ടുള്ളൂ. വന്ദനെ മരിച്ചു പോയെന്ന് കരുതി കേട്ടത്തി. വയസ്സാം കാലത്ത് അച്ഛനും അമ്മയും മുറിച്ചു മാറ്റാൻ ഇവർക്കൊക്കെ ആരെ അധികാരം കൊടുത്തതെന്ന് എനിക്ക് അറിയണം. നടന്നതൊക്കെ പറഞ്ഞ് വന്ദനെ കൂടുതൽ വിഷമിപ്പിക്കണ്ടെന്നും ഞാനായിട്ട് പ്രശ്നങ്ങളെ വഷളാക്കണ്ടെന്നും കരുതിയ വന്ദനെ അറിയിക്കാതെ എല്ലാം മറച്ചു വെച്ചത്. അമ്മയെ ഒരു ജോലിക്കാരാക്കിയതിന് പുറമെ മുറിയിൽ പൂട്ടിയിടാന്നൊക്കെ വെച്ചാല് അത് ആര് ചെയ്താലും വന്ദനയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവളല്ല എന്റെ അമ്മ. എവിടെ അമ്മയുടെ മൂത്ത സൽപുത്രൻ? അയാളോട് എനിക്ക് 2 വാക്ക് ചോദിക്കണം. വന്ദനെ, വേണ്ട. പ്രശ്നങ്ങളെല്ലാം ഒരു വിധത്തിൽ ഒതുക്കി തീർത്തിരിക്കാം. ഇനി നീയായിട്ട് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. വന്ദനെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഓ, ഇവിടെ ഇരിക്കായിരുന്നു മാധവൻ ചന്ദ്രിക ദമ്പതികളുടെ മൂത്ത പുത്രൻ പ്രകാശൻ. തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ ചെലവ് നടത്തുന്നതിന്റെ കണക്കെഴുതാണോ? 10 മാസം ചുമന്നു പറ്റ അമ്മയുടെ വയറ്റിന് എത്ര വിലയിട്ടിരിക്കുന്നെ? അല്ല, ഒന്നറിയാനുള്ള കൗതുകം കൊണ്ടാ. മനസ്സിലായില്ല. മനസ്സിലാവില്ല. പല കാര്യങ്ങളും മനസ്സിലാക്കരുതെന്ന് വിചാരിക്കുന്നവർക്ക് പലതും മനസ്സിലാവില്ല. നിന്റെ ഫിലോസഫി കേൾക്കാൻ പ്രകാശിന് ഇപ്പൊ സമയമില്ല. സമയമുള്ളപ്പോ ഞാൻ പറയാം. അപ്പൊ നീ വന്ന് പറഞ്ഞാ മതി. ചെല്ല്. അച്ഛനമ്മയും വെട്ടിമാറ്റാൻ ആരാ നിങ്ങൾ ആൺമക്കൾക്ക് അധികാരം തന്നത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ പുറകില് നീ ഉണ്ടാവും. മര്യാദയ്ക്ക് ഇവളെ വിളിച്ചോണ്ടുവോ? ഇല്ലെങ്കിലേ കൂടപ്പറപ്പാണെന്ന് ഞാൻ നോക്കില്ല. അടിച്ച് കരണം വിളിക്കും ഞാൻ. ആ, അതിനുള്ള ആണത്ത് എന്റെ ഏട്ടനുണ്ടായിരുന്നെങ്കിലേ അമ്മയെ മുറിയിൽ പൂട്ടിയിട്ടവള് ഇപ്പോ വെപ്പുവല്ലും വെച്ചോണ്ട് നടന്നേനെ. അമ്മയെ പൂട്ടിയിട്ടവള് കരുതി കാണും അമ്മയുടെ വയറ്റിൽ ജനിച്ചതെല്ലാം അവളുടെ ഭർത്താവിനെ പോലെ തന്നെ മോഴകളായിരിക്കും. ഇല്ല, ഇനി എന്റെ അച്ഛനും അമ്മയും ഒരു നോട്ടം കൊണ്ട് പോലും ഉപദ്രവിക്കാൻ നോക്കിയാ ദേ ഏട്ടനെന്നോ അനിയനെന്നോ നോക്കില്ല.
ഈ പറയുന്ന താഴേക്ക് ചാടിയവരാരും ഇന്നവരെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. ബോഡി ഏറ്റുവാങ്ങാൻ പോലും ഈ മീനാക്ഷിക്ക് അവകാശികൾ ആരും ഉണ്ടാവില്ല. കഴുകനും ചെന്നായ്ക്കളും ഭക്ഷിക്കട്ടെ. ജീവനോടെ കൊല്ലുന്ന മനുഷ്യന്മാരെക്കാൾ ഭേദം എന്തുകൊണ്ട് നല്ലത് ചെന്നായ്ക്കൾക്ക് ഭക്ഷണമാവുന്നതാ. മരണപ്പാറ ഈ ഒരു പെണ്ണിന്റെ മരണം കൂടി കണക്കിലെഴുതിക്കും.